Hey all, hope all are doing well. So ഇന്ന് നമുക്ക് ഈ ക്യൂട്ട് പേപ്പർ ഫ്രെയിം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഏത് പിക്ചറാണ് ഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പിക്ചറുടെ സൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബിക്കോസ് പേപ്പർ ഫ്രെയിം ഉണ്ടാക്കുമ്പം പിക്ചർ സൈസിനേക്കാളും ഒരു 2 or 3 സെന്റിമീറ്റേഴ്സ് കൂടുതൽ സ്പേസ് പേപ്പറിന്റെ സെന്ററിൽ വിട്ടാൽ പിക്ചർ എക്സാക്റ്റ് ആയി ഫ്രെയിമിൽ അഡ്ജസ്റ്റ് ആകും. എന്നിട്ട് ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിന്റെ 4 സൈഡിലും 1 സെന്റിമീറ്റർ ഗ്യാപ്പിന്റെ ലൈൻ വരച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് പേപ്പറിന്റെ കോർണറിൽ ഇതുപോലെ ബോക്സ് ഷേപ്പ് ആയി കിട്ടും, വിച്ച് ഹാസ് ടു ബി കട്ട്. ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനൽസിലും അതുപോലെ പിൻട്രസ്റ്റിലും ഈ പേപ്പർ ഫ്രെയിം കണ്ടിട്ടുണ്ടെങ്കിലും ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം ട്രൈയിങ്. സോ അത്രയ്ക്കും പെർഫെക്റ്റ് ആയി വന്നില്ല, ബട്ട് ലാസ്റ്റ് പിക്ചർ ഒക്കെ വെച്ചപ്പോൾ എനിക്കത് ക്യൂട്ടായി തോന്നി. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഏതെങ്കിലും 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സിൽ സെക്കൻഡ് കോളമിൽ 1 സെന്റിമീറ്റർ ലെങ്ത് മാർക്ക് ചെയ്ത് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്യണം. സോ ഒരു സൈഡിലെ 2 ഡയറക്ഷനിലും ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഫൈനലി നമ്മൾ കട്ടൊക്കെ ചെയ്ത് അവസാനം ഇതുപോലെ ആയിരിക്കണം പേപ്പർ. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഒരു റൂളർ എടുത്ത് നേരത്തെ ഡ്രോ ചെയ്ത ലൈൻസ് ഇല്ലേ അതിന്റെ മേലെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് മാർക്ക് ചെയ്യണം. സോ ഈ സെയിം പ്രൊസീജിയർ 4 സൈഡ്സിൽ നമ്മൾ ചെയ്യണം. ദ റീസൺ വൈ വി ഷുഡ് ഡു ദിസ് ഇസ് നത്തിങ് ബട്ട് നമ്മൾ പേപ്പർ ഫ്രെയിം ഉണ്ടാക്കുമ്പം ഈ 4 വശത്തും നമ്മൾ ഫോൾഡ് ചെയ്യുമല്ലോ. സോ അത് എക്സാക്ട് ക്യൂബോയിഡ് ഷേപ്പായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് മെഷർമെന്റ് ഷുഡ് ബി കറക്റ്റ്. അങ്ങനെ ഫൈനലി നമ്മുടെ കട്ടിങ്ങും ഫോൾഡിങ്ങും ഒക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നിങ്ങൾ ഏത് പിക്ചറാണ് ഫ്രെയിമിൽ ഇടണമെന്ന് ഉദ്ദേശിച്ചത് ആ പിക്ചർ എടുത്ത് യു ഹാവ് ടു പ്ലേസ് ഇറ്റ് അറ്റ് ദ സെന്റർ. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് 4 സൈഡ്സിലെ കോർണേഴ്സും ടച്ച് ചെയ്യുന്ന രീതിക്ക് ഫോൾഡ് ചെയ്യാം. ആദ്യമൊക്കെ ഇച്ചിരി പാടായി തോന്നും, ബിക്കോസ് നമുക്കത് എന്താണ് അതിന്റെ ട്രിക്ക് എന്താണെന്ന് അറിയാൻ ഇച്ചിരി പാടായിരിക്കും. പക്ഷെ ഒരു ഫ്രെയിം ചെയ്തതിന് ശേഷം ഇറ്റ് വുഡ് ബി ഈസി. സെക്കൻഡ് ടൈം, തേർഡ് ഓർ ഫോർത്ത് ടൈം ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി. സോ അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ ആ ഫ്രെയിം അങ്ങ് ചെയ്തെടുത്തു. ആൻഡ് ഐ സജസ്റ്റ് 4 കോർണേഴ്സിലും ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്താൽ ഇറ്റ് വുഡ് സ്റ്റേ ലോങ്. ഞാൻ ആദ്യം തന്നെ വരച്ച ഒരു 5 to 6 പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ അതിനൊക്കെ ഫ്രെയിം ചെയ്തു. ആൻഡ് ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് സോ ക്യൂട്ട്, റൈറ്റ്? സോ നിങ്ങൾക്കും ഇത് ക്യൂട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ആൻഡ് നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ദാറ്റ് ടു. So see you all in the next video. Thank you for watching. Bye.